നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ആനക്കട്ടി ചിന്നത്തടാകം റോഡ് കയ്യേറ്റം തടയുന്നതിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വടംവലി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് KRFPക്ക് കൈമാറിയെന്നും പൊതുമരാമത്ത് വകുപ്പിന് നിലവിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നവീകരണം മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് KRFPയും. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ഒറ്റപ്പാലത്ത് സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചു. പെരിന്തൽമണ്ണയിൽ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണവും പരിശീലന ക്ലാസും നടത്തി. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യമായി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി. മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുണ്ടാളു. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. പെരിന്തൽമണ്ണയിൽ പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു. ഫുട്ബോൾ മൈതാനങ്ങൾ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മപ്പെടുത്തലുകൾ എന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി. അട്ടപ്പാടി ഗൂളിക്കടവിൽ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്ക്. ഒമല സ്വദേശി ഫൈസലിനാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ആനക്കട്ടി ചിന്നത്തടാകം റോഡ് കയ്യേറ്റം തടയുന്നതിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വടംവലി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് KRFPക്ക് കൈമാറിയെന്നും പൊതുമരാമത്ത് വകുപ്പിന് നിലവിൽ ഒന്നും ചെയ്യാനാവില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നവീകരണം മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് KRFPയും. നവീകരണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് ആനക്കട്ടി ചിന്നത്തടാകം റോഡിൽ വ്യാപക കയ്യേറ്റമാണ് നടക്കുന്നത്. 30 മീറ്റർ വീതിയുള്ള റോഡിൽ അഴുക്കുചാൽ ഉൾപ്പെടെ 13 മീറ്റർ കഴിഞ്ഞ് ഇരുവശത്തും യഥേഷ്ടം സ്ഥലമുള്ളതിനാലാണ് കയ്യേറ്റം നടക്കുന്നത്. ഇത് കയ്യേറ്റക്കാർക്ക് സൗകര്യമായി. 30 മീറ്റർ വീതിയുള്ള റോഡിൽ അഴുക്കുചാൽ ഉൾപ്പെടെ 13 മീറ്റർ കഴിഞ്ഞ് ഇരുവശത്തും യഥേഷ്ടം സ്ഥലമുള്ളതിനാലാണ് കയ്യേറ്റം നടക്കുന്നത്. ഇത് അതിർത്തി തിരിച്ചിടണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് അവഗണിക്കുന്ന സ്ഥിതിയാണ്. തുടക്കത്തിലെ കയ്യേറ്റം ഒഴിപ്പിച്ചാൽ കൂടുതൽ കയ്യേറ്റം തടയാനുമാവും. ആദ്യം ഷെഡ് നിർമ്മിച്ച് പിന്നീട് സ്ഥിരം കെട്ടിടം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് അന്തർ സംസ്ഥാന പാതയാണ്. ഭാവിയിൽ റോഡ് വികസനം വരുമ്പോൾ സ്ഥലമെടുപ്പ് തടസ്സമാകാതിരിക്കാനാണ് റോഡ് നിർമ്മാണ സമയത്ത് 30 മീറ്റർ സ്ഥലം വിട്ടു നൽകിയത്. നാടിന്റെ ഭാവി വികസനം മുൻകൂട്ടി കാണാതെയുള്ള റോഡ് വികസനമാണ് നിലവിൽ നടക്കുന്നത്. 30 മീറ്റർ നവീകരിച്ചില്ലെങ്കിലും റോഡിന്റെ സ്ഥലം അന്യാധീനപ്പെടാതെ സംരക്ഷിക്കേണ്ട ചുമതല പൊതുമരാമത്ത് വകുപ്പിനുണ്ട്. റോഡ് നവീകരണത്തിന് KRFPക്ക് കൈമാറിയതിനാൽ നിലവിൽ റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന് ഒന്നും ചെയ്യാനാവില്ലെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്ന ന്യായം. അതേസമയം റോഡ് നവീകരണം മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്നാണ് KRFPയുടെ നിലപാട്. ഇരു വകുപ്പുകളും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ കയ്യേറ്റം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. അധ്യയന വർഷം ആരംഭിക്കും മുമ്പുള്ള സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധന ഒറ്റപ്പാലത്ത് നടന്നു. 100 ബസ്സുകൾ പരിശോധിച്ചതിൽ 7 ഫിറ്റ്നസ് നൽകിയില്ല. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പാണ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിനായി ഒറ്റപ്പാലം ചിനക്കത്തൂർ മൈതാനിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. 100 ബസ്സുകൾ പരിശോധന നടത്തി. ഇതിൽ 7 ബസ്സുകൾക്ക് ഫിറ്റ്നസ് നൽകാതെ തിരിച്ചയച്ചു. ടയറിന്റെ പ്രശ്നം, വൈപ്പർ ബ്ലേഡ് മാറ്റാത്തത്, കീറിലുള്ള സീറ്റ് തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ബസ്സുകളെ തിരിച്ചയച്ചത്. തിരിച്ചയച്ച ബസ്സുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം പരിശോധന നടത്തും. വാഹനത്തിന്റെ പ്രവർത്തനക്ഷമത, പഴക്കത്തിനനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ, വേഗപ്പൂട്ട്, GPS, പ്രഥമ ശുശ്രൂഷ കിറ്റ്, സ്കൂളിന്റെ പേര്, ഫോൺ നമ്പർ എന്നിവയാണ് പരിശോധിച്ചത്. ഫിറ്റ്നസ് ലഭിച്ച ബസ്സുകൾക്ക് ചെക്ക്ഡ് സ്റ്റിക്കർ നൽകി. കൂടാതെ വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാത്തവരോട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി. ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PA അജിത് കുമാർ, VK വത്സൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരപ്രകാരം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത്. ഇത് ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ പരിശോധനയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ സ്കൂൾ ബസ്സിന് വേണ്ട എല്ലാ നോംസും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധനയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ പൊതുവെയുള്ള എല്ലാ മെക്കാനിക്കൽ കണ്ടീഷനും, ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, വാഹനത്തിൻ്റെ സ്പീഡ് ഗവർണർ, അതുപോലെ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട ഉള്ളിലുള്ള കണ്ടീഷൻസ്, വാഹനത്തിൻ്റെ വേഗത, മെക്കാനിക്കൽ കണ്ടീഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പരിശോധിക്കും. ചെറുപ്പശ്ശേരി ഭാഗത്തുള്ള സ്കൂൾ ബസ്സുകൾക്കുള്ള പരിശോധന ചെറുപ്പശ്ശേരി ശബരി സ്കൂൾ പരിസരത്ത് മെയ് 29 രാവിലെ 10 മണി മുതൽ നടക്കും.
പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഡ്രൈവർമാർക്ക് സുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിലാണ് താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി സുരക്ഷാ പരിശീലന ക്ലാസ് നടന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റജി PJ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് RTO MM രമേശ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. മൺസൂൺ കാല വാഹന പരിശോധനയുടെ താലൂക്ക് തല ഉദ്ഘാടനവും നടന്നു. സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ പരിശോധനാ നിയമങ്ങളും വിദ്യാർത്ഥികളുടെ സുരക്ഷയും സംബന്ധിച്ച് വിശദമായി ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മൈൽരാജ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന സംബന്ധിച്ച് നിർദ്ദേശം നൽകി. പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ഡ്രൈവർമാർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. സ്കൂൾ ഡ്രൈവർമാർക്കുള്ള പരിശീലന പരിപാടി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂറ്റനാട്ടെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനം നേതാക്കൾ തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം സംഘർഷമുണ്ടായി. ഇതിനിടയിൽ ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരുമായി പോലീസ് ഉന്തും തള്ളും ഉണ്ടായി. ഇതിനിടയിൽ ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരുമായി പോലീസ് ഒന്നും തള്ളുമുണ്ടായി. തുടർന്ന് മാർച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് റജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ നാട്ടിലെ ഒരു മന്ത്രിപുങ്കവൻ അത് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോ ആ മന്ത്രിപുങ്കവനും ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ തുടക്കമാണ്. ആ മന്ത്രിപുങ്കവന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയുള്ള മാർച്ച് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ മാർച്ച് ഇവിടെ അവസാനിക്കുന്നില്ല. MP രാജേഷ് എന്ന് പറയുന്ന കാട്ടുകള്ളൻ രാജിവെച്ചൊഴിയുന്നത് വരെയുള്ള പോരാട്ടങ്ങളുമായി മെയ് 25 ലോക ഫുട്ബോൾ ദിനം. പെരിന്തൽമണ്ണ ഖാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു. 50 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന മത്സരവും നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻകാല ഫുട്ബോൾ താരങ്ങളെ ആദരിക്കാൻ ലഭിച്ച അവസരം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് U ഷറഫ് അലി പറഞ്ഞു. ലോക ഫുട്ബോൾ ദിനത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഖാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചത്. വിവിധ ടീമുകൾക്ക് വേണ്ടി കളിച്ച പഴയ താരങ്ങൾ ഒത്തുകൂടിയപ്പോൾ പലരിലും ആവേശം പടർത്തി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി പഴയകാല താരങ്ങളെ ആദരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 28 പേരെയാണ് ആദരിച്ചത്. ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയത് സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിൽ നിന്നാണെന്നും കളി പഠിച്ചത് ഈ വേദിയിൽ ഇരിക്കുന്ന മുൻകാല ഫുട്ബോൾ പ്രതിഭകളിൽ നിന്നാണെന്നും U ഷറഫ് അലി പറഞ്ഞു. ലോക ഫുട്ബോൾ ദിനത്തിൽ ഖാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് എന്റെ ഫുട്ബോൾ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്നും U ഷറഫ് അലി പറഞ്ഞു. ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ താരം, ലോക പ്രശസ്ത ഫുട്ബോൾ താരങ്ങളുടെ കളിയല്ല ഞാൻ കണ്ടത്. ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും
ആസ്വദിച്ചതും ഇവിടെ കൂടിയിരിക്കുന്ന ഈ മുൻകാല താരങ്ങളുടെ കളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അന്ന് വാപ്പയുടെയും സഹോദരൻ്റെയും കസിൻസിൻ്റെയും ഒക്കെ കൈ പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നിരവധി സെവൻസ് മൈതാനങ്ങളിൽ കളി കണ്ടു പഠിച്ച് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് ഫുട്ബോൾ രംഗത്ത് തുടർന്ന് ഒരുപക്ഷെ ദേശീയ താരോ അന്തർദേശീയ താരമായതിനു ശേഷം ലോക ഫുട്ബോൾ എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഫുട്ബോളിൻ്റെ ബാലപാഠം പഠിച്ചിട്ടുള്ളത് ഈ ഇരിക്കുന്ന മുൻകാല പ്രഗത്ഭരായ താരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എന്നും അവരുടെ മനസ്സിൽ ഓർക്കാറുണ്ട്. അവരുടെ കൂടെ ചടങ്ങിൽ സംബന്ധിക്കാൻ കിട്ടിയ അവസരം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കുന്നു. അതിനവസരം ഒരുക്കിയ ഖദറി ക്ലബിന് ഒരിക്കൽ കൂടി അഭിനന്ദനത്തിന്റെ പുച്ഛണ്ടുകൾ അർപ്പിക്കുകയാണ്. ഫുട്ബോൾ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഖദറലി ക്ലബ്ബ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. കൊലനാരായണൻ കോഴിക്കോട്, പ്രേംനാഥ് ഫിലിപ്പ്, സതീഷ് കസ്റ്റംസ്, അബുട്ടി അരീക്കോട്, വിനയൻ കോഴിക്കോട്, ദേവരാജൻ കോഴിക്കോട്, മാനുപ്പ നിലമ്പൂർ, തയ്യിൽ ഉമ്മർ മങ്കട, അഹമ്മദ് കുട്ടി മലപ്പുറം, തയ്യിൽ അബൂബക്കർ മങ്കട, പൂക്കോയ തങ്ങൾ മണ്ണാർക്കാട്, പെരിന്തൽമണ്ണക്കാരായ AR ചന്ദ്രൻ, മണ്ണേങ്ങൽ അസീസ്, പടിപ്പുരം മുഹമ്മദ് അലി, മമ്മാണി, താമരത്ത് മുഹമ്മദ് അലി, പട്ടാണി ഷാഹുൽ ഹമീദ്, കരുവാത്ത് ഹസൻ, ഹൈദർ താമരത്ത്, അബ്ദുള്ള എന്ന മാനു, സോമസുന്ദരൻ തുടങ്ങിയ ഫുട്ബോൾ താരങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഈ വർഷം മുതലാണ് മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്. ആദ്യ ഫുട്ബോൾ ദിനത്തിൽ തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിക്കാൻ പെരിന്തൽമണ്ണ ഖദറലി ക്ലബിന് സാധിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു ഇഷ്ട വിനോദമാണ് ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന അതും ഫുട്ബോളിനെയാണ്. ലോകത്ത് ഒരുപാട് ദിനങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലം അത്രയും ഒരു ഫുട്ബോളിനായിട്ടൊരു ദിനം ലോകത്ത് ആഘോഷിക്കാൻ ഇന്നേ വരെ തീരുമാനിച്ചിട്ടില്ല. അത് ഈ വർഷം മുതൽ ലോക ഫുട്ബോൾ ദിനമായിട്ട് മെയ് 25 ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബായ ഖാദർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് ഇന്നേ ദിവസം ഇവിടെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ, സംസ്ഥാന താരങ്ങൾ, സെവൻസിലൂടെ അറിയപ്പെടുന്ന ഒട്ടനവധി താരങ്ങൾ, ഏകദേശം 28ഓളം താരങ്ങളെ ഇന്ന് ഈ ഗ്രൗണ്ടിൽ വെച്ച് ആദരിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരു ക്ലബ്ബ് കൂടിയാണ് ഖദറലി ക്ലബ്ബ്. ഏതായാലും ഇന്ന് ഈ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി, പ്രേംനാഥ് ഫിലിപ്പ്, കൊലനാരായണൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഫുട്ബോൾ താരങ്ങൾ അവിടേക്ക് ഒന്ന് എത്തിച്ചേർന്നു. ഖദറലി സ്പോർട്സ് ക്ലബ്ബിന് വലിയ അഭിമാനം തോന്നുന്നു. പഴയകാല ഫുട്ബോൾ താരങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരവും ആദരവും ഏറ്റവും സന്തോഷകരമാണെന്ന് അവർ പറഞ്ഞു. ഈ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നതിന് ഖദർ മുഹമ്മദ് അലി ക്ലബിനോടും ഇവിടുത്തെ പെരിന്തൽമണ്ണ നിവാസികളായിട്ടുള്ള സ്പോർട്സ് പ്രേമികളോടും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അതിന് സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഏറ്റവും സന്തോഷമുള്ളതും പ്രതീക്ഷിക്കാത്തതുമായ ഒരു സാഹചര്യമായിരുന്നു. 50 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും നടന്നു. പഴയകാല പടക്കുതിരകളുടെ മത്സരം കാണികൾക്ക് ആവേശമായി. ഇടവേള. വാർത്തകൾ തുടരുന്നു. അട്ടപ്പാടി ഗൂളിക്കടവിൽ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണു. സാരമായി പരിക്കേറ്റ ഡ്രൈവർ ഒമല സ്വദേശി ഫൈസലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ അട്ടപ്പാടി ഗൂളിക്കടവിൽ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മേൽ പതിക്കുകയായിരുന്നു. ഫൈസൽ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് മരം വീണത്. സാരമായി പരിക്കേറ്റ ഫൈസലിനെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടാപ്പാടം ഗ്രാമപഞ്ചായത്തിലെ പാതയോരങ്ങളിൽ ഇനി മാലിന്യം തള്ളിയാൽ പിടിവീഴും. ആര്യമ്പാവ് ബൈപ്പാസിൽ റേഷൻ കടയ്ക്ക് സമീപവും കൊടക്കാട് കുണ്ടൂർക്കുന്ന് റോഡിൽ മാട്ടിൻകുന്നിലും ഭീമനാട് 55 മൈൽ റോഡിൽ ചേപ്പിലായിലുമാണ് ക്യാമറ നിരീക്ഷണം ആരംഭിച്ചത്. ജനവാസം അധികമില്ലാത്ത പ്രദേശങ്ങളായ ആര്യമ്പാവ് ബൈപ്പാസിൽ റേഷൻ കടയ്ക്ക് സമീപവും കൊടക്കാട് കുണ്ടൂർക്കുന്ന് റോഡിൽ മാട്ടിൻകുന്നിലും ഭീമനാട് 55 മൈൽ റോഡിൽ ചേപ്പിലായിലുമാണ് ഉയരമുള്ള തൂണിൽ 2 നിരീക്ഷണ ക്യാമറകൾ വീതം സ്ഥാപിച്ചത്. 3 പാതയോരങ്ങളിൽ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടിടുന്നത് പതിവായിരുന്നു. ആളുകളെയും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും
ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വ്യക്തമായി കാണാവുന്ന തരത്തിൽ സാങ്കേതിക മികവുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അറിയിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കിയത്. മാലിന്യ നിക്ഷേപം പിടിക്കപ്പെട്ടാൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയടക്കേണ്ടി വരും. മാതൃകാ പ്രവർത്തനവുമായി ഒറ്റപ്പാലം പാലാട്ട് റോഡ് ആനന്ദ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് യൂണിറ്റിന് സ്വാതന്ത്ര്യ പരിചരണ ഉപകരണങ്ങൾ കൈമാറി. പാലാട്ട് റോഡിലെ 80ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ആനന്ദ് നഗർ റെസിഡൻസ് അസോസിയേഷനാണ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്. താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് യൂണിറ്റിന് സ്വാതന്ത്ര്യ പരിചരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകിയാണ് അസോസിയേഷൻ മാതൃകയായത്. 2 വീൽചെയറുകൾ, വാക്കർ, വാട്ടർ ബെഡ്, എയർബെഡ് തുടങ്ങിയ ഉപകരണങ്ങളാണ് നൽകിയത്. അസോസിയേഷൻ ഭാരവാഹികളിൽ നിന്നും ആശുപത്രി സൂപ്രണ്ട് വി അമിത്കുമാർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇതൊരു തുടക്കം മാത്രമാണെന്ന് അസോസിയേഷൻ സെക്രട്ടറി ടി പി ശ്യാംപ്രസാദ് പറഞ്ഞു. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ മുൻ കൗൺസിലറായിട്ട് എപ്പോഴും പ്രതിവിധി പറയാറുള്ളതാണ്, ജനങ്ങളെപ്പോഴും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. ചെറിയൊരു തുടക്കം മാത്രമാണ്, ഇവിടെ നിൽക്കുന്നില്ല. വാർഡ് കൗൺസിലർ പി കല്യാണി അസോസിയേഷന് നന്ദി അറിയിച്ചു. ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. അതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആശാ വർക്കർ നമ്മുടെ വാർഡിലെ ലത, ഇതേപോലെ തന്നെ എല്ലാ വാർഡിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്തായാലും ആ മീറ്റിങ്ങിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സെക്രട്ടറിയോട് ഇത് അവതരിപ്പിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് തന്നെ എനിക്ക് വാക്ക് തന്നു, എന്തായാലും അധികം താമസിയാതെ ഞാൻ എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. അത് എന്തായാലും ഞാൻ ആ വാക്ക് ഇപ്പോൾ പാലിച്ചിരിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറി കെ.ആർ. ശ്രീലത, അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർ, ട്രഷറർ വി എം വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് എം സി രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എം വിജയഗോപാൽ, കെ ബാലകൃഷ്ണൻ, അജിത പുരുഷോത്തമൻ, ആശാ വർക്കർ പി ലത, ടി പി പ്രദീപ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ICP സ്മാരക പുരസ്കാരം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക്. മെയ് 27 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും നവോത്ഥാന നേതാവും ചളവറ പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റുമായ ICP നമ്പൂതിരിയുടെ പേരിൽ ചളവറ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ICP പുരസ്കാര സമർപ്പണമാണ് മെയ് 27 നടക്കുന്നത്. രാവിലെ 10-ന് ചളവറ പാലക്കാപ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ICP സ്മൃതി എന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് പുരസ്കാരം സമർപ്പിക്കും. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. പ്രശസ്ത ചിന്തകനും പ്രഭാഷകനുമായ MM സ്വരാജ് ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തെ മുൻനിർത്തി പ്രഭാഷണം നടത്തും. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിപാടിയിൽ ജനപ്രതിനിധികളും പുരസ്കാര നിർണയ സമിതി അംഗങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല സംഘാടകനുമായ ചളവറ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ICP നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി 2021 മുതൽ ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ICP പുരസ്കാരം, ആ പുരസ്കാരത്തിന് ഇത്തവണ അർഹനായിട്ടുള്ളത് കേരളത്തിൻ്റെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയാണ്. ശ്രീ പാലോളിക്ക് ICP പുരസ്കാരം മെയ് മാസം 27-ാം തീയതി രാവിലെ 10 മണിക്ക് ചളവറ പാലക്കാപ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് കേരളത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കും. ICP പുരസ്കാരം ICP തൻ്റെ ജീവിതകാലത്ത് വ്യാപരിച്ചിരുന്ന വ്യത്യസ്ത മേഖലകളിലൊന്ന് തിരഞ്ഞെടുത്ത് ആ മേഖലയിലെ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ടാണ് നൽകി വരുന്നത്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു, സെക്രട്ടറി വി പ്രതീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സുനന്ദ,
വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP രാധിക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെയും പെരിന്തൽമണ്ണ BKCC ഹാർട്ട് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകർ, ജീവനക്കാർ, PTA അംഗങ്ങൾ എന്നിവർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, ജീവനക്കാർ, PTA അംഗങ്ങൾ എന്നിവർക്കാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നജീബ് കാന്തപുരം MLA ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. 40നും 50നും ഇടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ കൂടുന്നതിലുള്ള ആശങ്ക നജീബ് കാന്തപുരം MLA പങ്കുവച്ചു. ജീവിതത്തെ ക്രമീകരിക്കാനും ആരോഗ്യകാര്യങ്ങൾ ഗൗരവത്തോടെ കാണാനും സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഇത്തരം ലൈഫ് സപ്പോർട്ട് മിഷൻ പരിപാടികൾ അനിവാര്യമാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ആകെ ക്രമങ്ങൾ മാറുന്ന ഒരു കാലത്ത് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു വലിയ യത്നം കൂടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മളിപ്പോൾ പലപ്പോഴും വളരെ ആകസ്മികമായി ഈ പോസ്റ്റ് കോവിഡ് ഒരു സിനാരിയോ എന്ന് പറയുന്നത്, ഇപ്പം ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു 40, 50, 55 ഏജിലുള്ള ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്സിനുകളെ കുറിച്ച് വലിയ ആശങ്കകൾ പരത്തുന്നതാണ്. ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നത്, അവരാണ് അതിന് മറുപടി പറയേണ്ടത്. വി കനോട്ട് സേ എനിത്തിങ്. അത് ഒരു മെഡിക്കൽ സയൻസ് പറയേണ്ട കാര്യമാണ്. പക്ഷെ ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള കുറേ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. വളരെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈഫ് സപ്പോർട്ടോ കിട്ടാത്തത് കൊണ്ട് മാത്രം മനുഷ്യർ പലപ്പോഴും പെട്ടെന്ന് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ പൊതുജനങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അവയർനെസ്സിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു സന്ദർഭത്തെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ മിഷനോടുകൂടി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ സാമൂഹ്യ ബോധമുണ്ട്. BKCC ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യം, പ്രസന്റേഷൻ സ്കൂൾ പ്രിൻസിപ്പാൾ ജസ്മി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BKCC ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ KP ബാലകൃഷ്ണൻ, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ PK അശോകൻ, ഡോക്ടർ മഷൂഖ് ഹലീം തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കാക്കോഫോണി എന്ന് പറയുന്ന സംഗീതമുണ്ട്. സംഗീത ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ അറിയാത്ത, പാടാൻ അറിയാത്ത ആൾക്കാർ പാടുമ്പോഴും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും വരുന്ന ആ ശബ്ദ മലിനീകരണത്തെയാണ് നമ്മൾ കാക്കോഫോണി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമില്ല. അതൊരു ഓർക്കസ്ട്രേറ്റഡ് സിംഫണി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ അറിവാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവാണ്. ഇത് ബേസിക് ആണെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ, ഡോക്ടർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ചികിത്സിക്കാനുള്ള ഒരാളാണെന്നാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഡോക്ടർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ ടീച്ചർ, പ്രീച്ചർ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരേ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കഴിയുന്നതും എൻ്റെ പേഷ്യൻസിനെ ടീച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ അത് ഇഷ്ടമാറില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ സൊസൈറ്റിക്ക് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ മാത്രമല്ല, നമ്മൾ ഈ സൊസൈറ്റിയെ ചെറിയ രീതിയിലെങ്കിലും, നമ്മുടെ ഈ ജീവിതം കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു ഡീവിയേഷൻ ടുവേർഡ്സ് ഗുഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ചടങ്ങിൽ പ്രസന്റേഷൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി തോമസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് മോഹൻ കർത്ത, വൈസ് പ്രസിഡന്റ് അമൃത സന്തോഷ്, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു. 28 കേരള NCC ബറ്റാലിയനിലെ 2023 ഏറ്റവും മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡ് വിതരണം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
അവരെ ഒന്നാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ നേടി അവരെ അഭിനന്ദിക്കുന്ന ചടങ്ങ്, അവരുടെ കഴിവുകളെല്ലാം പുറത്തെടുത്തുകൊണ്ട് അവരുടെ ബെസ്റ്റ് കാഡറ്റായി അവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നിമിഷം അല്ലേ. ആ നിമിഷത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ആ നിമിഷത്തിന് അവാർഡ് ദാനത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പാലം 28 ബറ്റാലിയനിലെ ബെസ്റ്റ് കേഡറ്റായി പ്രഖ്യാപിച്ചത് പട്ടാമ്പി SNGS കോളേജിൽ തന്നെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പട്ടാമ്പിക്കാരിയായി കൂടിയായതുകൊണ്ടാണ് ഏറ്റവും വളരെയധികം സന്തോഷം. കാരണം പട്ടാമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു സ്ഥലവും, അതുപോലെ തന്നെ പട്ടാമ്പി കോളേജ്, പട്ടാമ്പി SNGS കോളേജ് എന്ന് പറയുന്ന പ്രശസ്തമായ കോളേജ്, ആ കോളേജിലെ NCC കാഡറ്റ്സ്, അതിൽ നമുക്കറിയാം അബ്ദുമാഷൊക്കെ അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോൾ അബ്ദുമാഷ് ഇപ്പോഴാണ് റിട്ടയർഡ് ആയത്. ഇതുവരെ ആ ബറ്റാലിയനെ നിയന്ത്രിച്ചിരുന്നത് അബ്ദുമാഷാണ്. ആ അബ്ദുമാഷിൻ്റെയൊക്കെ നിരന്തരമായ ശ്രമം, കഠിന പരിശീലനം, അതുകൊണ്ട് തന്നെ ഈ കാഡറ്റ്സിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ബെസ്റ്റ് കാഡറ്റ് അവാർഡ് കിട്ടി. ബറ്റാലിയന് കീഴിലെ മികച്ച കേഡറ്റുകൾക്ക് NCC ഓഫീസേഴ്സ് ആൻഡ് റിട്ടയർഡ് സിവിൽ സ്റ്റാഫ് അസോസിയേഷനാണ് പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയത്. സീനിയർ ഡിവിഷൻ വിഭാഗത്തിൽ പട്ടാമ്പി കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസറും 3ാം വർഷ BBA വിദ്യാർത്ഥിയുമായിരുന്ന അശ്വിൻ ശങ്കർ, സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഷൊർണൂർ SN കോളേജിലെ കൃഷ്ണപ്രിയ, ജൂനിയർ ഡിവിഷനിൽ പനമണ്ണ ഹൈസ്കൂളിലെ ആദിനാഥ്, ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വാണിയംകുളം TRK ഹൈസ്കൂളിലെ വേദ വാസ്തേവ് എന്നിവരാണ് മികച്ച കേഡറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. NCC ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി പട്ടാമ്പി കോളേജ് NCC അലുമിനി പുറത്തിറക്കുന്ന സ്മരണിക പ്രകാശനം മുൻ NCC ഓഫീസറും റിട്ടയർഡ് പ്രിൻസിപ്പളുമായ ഒട്ടൂർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. NCC അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. മുൻ കമാൻഡിംഗ് ഓഫീസർ റിട്ടയർഡ് കേണൽ രാംകുമാർ ഗസ്റ്റ് ഓഫ് ഓണർ സ്വീകരിച്ചു. NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ P. അബ്ദു, മുൻ ലൈബ്രറിയൻ S. അഴഗിരി, മുൻ സീനിയർ അണ്ടർ ഓഫീസർ ചിത്രമേഘൻ, നിയുക്ത കെയർടേക്കർ ഡോക്ടർ പ്രമോദ്, MES പൊന്നാനി കോളേജ് മുൻ NCC ഓഫീസർ ഡോക്ടർ മുഹമ്മദ് കോയ, റിട്ടയർഡ് ANO അസോസിയേഷൻ ഭാരവാഹികളായ CN ഭവദാസനുണ്ണി, V. ഗോവിന്ദദാസ്, V. ബാലകൃഷ്ണൻ, ശ്രീമതി ലീല, ഗോവിന്ദൻകുട്ടി, ഡോക്ടർ ബാബു ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. N. ഷംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ, നെല്ലായ, കുലുക്കലൂർ പഞ്ചായത്തുകളിൽ നിന്നും ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചത്. ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ KP സക്കീർ ഹുസൈൻ എഴുവന്തലയെയും ആദരിച്ചു. N. ഷംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ആർജിക്കാൻ സാധിച്ചത് അതിന് എല്ലാവരുടെയും പങ്കുണ്ട്. ഒന്ന്, രക്ഷകർത്താക്കളിൽ വന്ന മാറ്റം. ഞങ്ങൾ വിദ്യാർത്ഥികളാകുമ്പോൾ പാവം ഞങ്ങളെ ഉമ്മാക്കുപ്പാക്കൊന്നും ഞങ്ങളെ ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് പറഞ്ഞു തരാനും കഴിയില്ല. അന്നത്തെ അച്ഛനമ്മമാർക്ക് കഴിയില്ല. അവർക്ക് നമ്മുടെ സംശയം നിവർത്തിച്ച് തരാൻ കഴിയില്ല. നമ്മൾ പറയുന്നതാണ് സത്യം. ആ പാവങ്ങൾ നമ്മൾ പഠിക്കണം, വളരണം എന്ന് കരുതി നല്ല പിൻബലവും പിന്തുണയൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് നമ്മൾ പഠിപ്പിക്കാൻ കഴിയില്ല. അവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. എന്നാൽ ഇന്ന് തലമുറയിൽ മാറ്റം വന്നു. ഞങ്ങളാണ് ഇന്നത്തെ രക്ഷകർത്താക്കൾ. അതൊരു മാറ്റം. പിന്നെ സമൂഹത്തിലുണ്ടായ മാറ്റം, കുട്ടികളിലുണ്ടായ മാറ്റം, വിദ്യാലയങ്ങളിൽ PTA കമ്മിറ്റികളിൽ ഉണ്ടായ മാറ്റം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഉദ്ഘാടകൻ N. ഷംസുദ്ദീൻ MLAക്ക് ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാനയും ഡെപ്യൂട്ടി കളക്ടർക്ക് ബാങ്ക് പ്രസിഡന്റ് രായൻ കീശേരിയും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. സമ്പൂർണ്ണ A+ വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. ബാങ്ക് പ്രസിഡന്റ് രായൻ കീശേരി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ സലാം, ഹംസത്ത് മാസ്റ്റർ, നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം, KR നാരായണസ്വാമി, രാംദാസ് മാസ്റ്റർ, അഡ്വക്കേറ്റ് ജമാൽ, ബഷീർ, സുക്കൂർ, കുഞ്ഞി മുഹമ്മദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന, മുൻ പ്രസിഡന്റ് അഷ്റഫ് കളത്തിൽ, ഡയറക്ടർമാരായ ബഷീർ P, രാജീവ് K, അബ്ദുൽ സലാം, കബീർ P, ഉബൈദ് CK, ഉണ്ണികൃഷ്ണൻ E, ബീരാൻ മാസ്റ്റർ, റസിയ K, റംലത്ത് MK,
ജലജ എം, ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് വടക്കേക്കര വിദ്യാഭ്യാസ സമിതി SSLC+2 വിജയികളെ അനുമോദിച്ചു. തിളക്കം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് വടക്കേക്കര മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തങ്ങളുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അത് നേടാനുള്ള കഠിന പ്രയത്നം ഉണ്ടാവണമെന്ന് ഉദ്ഘാടനം ചെയ്ത M. പുരുഷോത്തമൻ പറഞ്ഞു. ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അത് രക്ഷിതാക്കൾ ഒരു പക്ഷേ ആശയക്കുഴപ്പത്തിലാകും, കുട്ടികൾ ആശയക്കുഴപ്പത്തിലാകും. എന്ത് എന്നൊരു വലിയ ചോദ്യം മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളും പലരുടെ മനസ്സിലുമുണ്ട്. ഏത് കോഴ്സ് എടുക്കണം, ഏത് ജോലിയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് എൻ്റെ ഭാവിയിൽ ശോഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ കൂടുതൽ നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ ഉപകാരപ്പെടുക. ജീവിതത്തിൽ ലക്ഷ്യബോധവും സമയനിഷ്ഠയും പാലിക്കാൻ തയ്യാറാവണമെന്ന് അധ്യക്ഷത വഹിച്ച കൗൺസിലർ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ആര് വന്നോ വന്നില്ല എന്നുള്ളതല്ല, 10 മണിക്ക് നിങ്ങൾ ഉണ്ടാകണമെന്നോടെ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന സംഗതിയാണ്. അത് വളരെ കൃത്യമായി പാലിക്കാൻ നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കൾ പഠിപ്പിക്കണം. രക്ഷിതാക്കൾ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുത്താലേ അവരത് പഠിക്കുകയുള്ളൂ. ആ രൂപത്തിൽ കുട്ടികളെ കൃത്യതയോടുകൂടി മുന്നോട്ട് നയിക്കാൻ കഴിയേണ്ടതുണ്ട്. T. നാഗരാജൻ, സരസ്വതി, E. മുഹമ്മദ് ബഷീർ, K. ചന്ദ്രൻ, NR അരുണ, റെജീന ഊർമിള, KP സൗമ്യ എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന റൂറൽ ബാങ്ക് സെക്രട്ടറി M. പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു. ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് കൂട്ടായ്മയുടെ ഔപചാരികമായ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മെയ് 27 വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പിയിൽ നടക്കും. കേരളത്തിന് അകത്തും പുറത്തും ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടത്തിയവർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്ര ശില്പ കലാപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ്. കൂട്ടായ്മയുടെ ഔപചാരികമായ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മെയ് 27 വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പി GMLP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ MLA നിർവഹിക്കും. മെയ് 28, 29 തീയതികളിൽ നടക്കുന്ന ചിത്ര പ്രദർശനം, ചിത്രകലാ ക്യാമ്പ് എന്നിവയുടെ ഉദ്ഘാടനം ചിത്രകാരി ശ്രീജ പള്ളം നിർവഹിക്കും. ചടങ്ങിൽ PN പരമേശ്വരൻ അധ്യക്ഷനാവും. കേരളത്തിനകത്തും പുറത്തും ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടത്തിയവർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പട്ടാമ്പിയിൽ സ്ഥിരമായി ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 7 തീയതി വൈകുന്നേരം 4 മണിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ MLA മുഹമ്മദ് മുഹസിനാണ് ചെയ്യുന്നത്. അതിൽ സ്വാഗതം പറയുന്നത് ശാസ്ത്രശ്രമൻ എന്ന ആളാണ്. അധ്യക്ഷസ്ഥാനത്ത് പരമേശ്വരൻ മാഷ് ഉണ്ടാവും. ഇതോടുകൂടി തന്നെ ഇതിൻ്റെ 3 ദിവസത്തെ പരിപാടിയാണ്. 27, 28, 29 എന്നീ തീയതികളിലാണ് ഉണ്ടാവുക. ഉദ്ഘാടനം കഴിഞ്ഞ് ചൊവ്വ, ബുധൻ 2 ദിവസങ്ങൾ ഒരു ക്യാമ്പും ചിത്രകലാകാരന്മാരുടെ ഒരു ക്യാമ്പും അതുപോലെ തന്നെ ചിത്ര പ്രദർശനം കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് 9 മണി തൊട്ട് 6 മണി വരെ നടക്കും. അതോടനുബന്ധിച്ച് തന്നെയാണ് ക്യാമ്പും. അതേ ഹാളിൽ തന്നെ ക്യാമ്പും നടക്കും. അവർ രചനകൾ, വ്യത്യസ്ത രീതിയിലുള്ള രചനകൾ പല സ്ഥലത്തും പ്രദർശനങ്ങളും ക്യാമ്പുകളും നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യതയുണ്ട്. അതായത് ഈ ആസ്വാദനം ഭയങ്കര ഓരോ നാടിൻ്റെ സംസ്കാരമാണല്ലോ ആസ്വാദനം എന്ന് പറയുന്നത്. പട്ടാമ്പിയിൽ ഒരുപാട് ആസ്വാദകരുണ്ട്. ശരിക്കും ചിത്രങ്ങൾക്ക് നമുക്കത് മനസ്സിലാവും. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. 2 കൂട്ടരും ധാരാളം ഉള്ള സ്ഥലമാണ് പട്ടാമ്പി. സാംസ്കാരികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നതാണ്. പക്ഷേ ഈ 2 കൂട്ടർക്കും കൂടി ചേരാനുള്ളൊരു സ്പേസാണ് പട്ടാമ്പിയിൽ ഇല്ലാത്തത്. ഈ ചിത്രം വരയ്ക്കുന്നവർക്കത് പ്രദർശിപ്പിക്കാനും ആസ്വാദകർക്ക് ആസ്വദിക്കാനും ഒരു സ്പേസ്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പട്ടാമ്പിയിലൊരു ആർട്ട് ഗാലറി ഉണ്ടാവുകയാണെങ്കിൽ ചിത്രം വരയ്ക്കുന്നവരുടെ കഴിവുകളും അറിയപ്പെടും, ആസ്വാദകർക്ക്. PN പരമേശ്വരൻ, അബു പട്ടാമ്പി, ജ്യോതി അമ്പാട്ട്, ശാസ്ത്ര ശർമ്മൻ, പ്രൊഫസർ അബ്ദുൽ കരീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമാക്കി രൂപീകരിച്ച കലാസാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയായ സർഗലയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടന്നു. മലയാള ഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും വാഗ്മിയുമായ പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. അവരുടെ ഭാഗം നാട്ടിൽ കത്ത് അങ്ങ് കൊടുക്കണം. ഞങ്ങൾക്ക് ഇത്ര വേഗം അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പാടാൻ ആരും അയക്കാൻ വേണ്ടി കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ
പാടുന്നു വേണ്ട, അവരുടെ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അയച്ചാൽ ആ ശബ്ദത്തിന്റെ മാധുര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ധാരാളം. ഞാൻ ബംഗാളി സംഗീതത്തിന്റെ ആരാധകരാണ്. ഇപ്പോ കലാ കൂട്ടായ്മയാണ് സംഘടന. അവരോട് എനിക്ക് പറയാനൊരു കാര്യം, ഗാന്ധി കലയെപ്പറ്റി പറഞ്ഞത് കല പ്രകൃതി പോലെ ലളിതവും സുന്ദരവും സുഗ്രഹവും ആയിരിക്കണം. സർഗലയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു. ലോഗയുടെ പ്രകാശനം സാംസ്കാരിക പ്രവർത്തകനും മുൻ MLA-യുമായ CP മുഹമ്മദ് നിർവഹിച്ചു. സുരേഷ് തെങ്ങിൻതോട്ടം ലോഗോ ഏറ്റുവാങ്ങി. സാഹിത്യകാരൻ KC നാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ P സരിൻ, P ഹരിഗോവിന്ദൻ, P ഗിരീശൻ, K ബാലകൃഷ്ണൻ, V ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PV ശശിധരൻ, ട്രഷറർ C സുരേഷ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ നാടൻ കലാകാരന്മാരെ ആദരിച്ചു. തുടർന്ന് കവിതാലാപനം, ശാസ്ത്രീയ നൃത്തം, മാജിക് ഷോ തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടായി. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെയും SFI ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ ജമാലുദ്ദീൻ മാളിക്കുന്ന് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, CPM ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹൻ, SFI ഏരിയ സെക്രട്ടറി അഫ്സൽ, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം സുജിത് C എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് ആനക്കട്ടി ചിന്നത്തടാകം റോഡ് കയ്യേറ്റം തടയുന്നതിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വടംവലി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് KRFPക്ക് കൈമാറിയെന്നും പൊതുമരാമത്ത് വകുപ്പിന് നിലവിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നവീകരണം മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് KRFPയും. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ഒറ്റപ്പാലത്ത് സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചു. പെരിന്തൽമണ്ണയിൽ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണവും പരിശീലന ക്ലാസും നടത്തി. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യമായി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി. മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുണ്ടാളും. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. പെരിന്തൽമണ്ണയിൽ പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു. ഫുട്ബോൾ മൈതാനങ്ങൾ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മപ്പെടുത്തലുകൾ എന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി. അട്ടപ്പാടി ഗൂളിക്കടവിൽ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്ക്. ഒമല സ്വദേശി ഫൈസലിനാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.